ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവിന് അസാധ്യമായ ഒന്നും അമികലിയ ഈ ഭൂമിയിൽ ഇല്ല. സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് കർത്താവിനോട് ഒപ്പം ഇരിക്കുവാൻ. സ്തോത്രം. നമ്മൾ പഴയ നിയമത്തിനകത്ത് പഠിക്കുമ്പോൾ സ്തോത്രം, ആദ്യം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഏദൻ തോട്ടം അവന് കൊടുത്തു. ഈ ഭൂമിയിലെ നല്ലതും ചീത്തയും ഒന്നുമില്ലാത്ത ഏറ്റവും അനുഗ്രഹപ്പെട്ട, എല്ലാ രീതിയിലും അനുഗ്രഹപ്പെട്ട ഏദൻ തോട്ടം ആർക്ക് കൊടുത്തു? സ്തോത്രം. മനുഷ്യനെ ഉണ്ടാക്കി അവന് കൊടുത്തു. സ്തോത്രം. അതിൽ ദൈവം തൃപ്തനല്ലായിരുന്നെങ്കിൽ പോലും ദൈവം അതിനകത്ത് തൃപ്തനല്ലെന്ന് കാണിക്കുന്ന അടുത്ത ഭാഗമുണ്ട്. മനുഷ്യന് ദൈവം കൊടുത്തു, മനുഷ്യൻ അതിൽ തൃപ്തിപ്പെട്ടില്ല. മനുഷ്യൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. നന്മതിന്മയില്ലാത്ത ദേശം അല്ലെങ്കിൽ സ്തോത്രമാല തോട്ടമാണ് ഏദൻ തോട്ടം കൊടുത്തത്. അതിനകത്ത് എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് പോലും മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവം ചെയ്തതിനെ മറന്ന് ദൈവം ചെയ്യല്ലേ എന്ന് പറഞ്ഞ കാര്യം ചെയ്തു, പാപം ചെയ്തു. അവൻ ഏദൻ തോട്ടത്തിൽ പുറത്തു പോയി. പിന്നെ അവൻ പുറത്തു പോകുമ്പോൾ പിന്നെ കാണുന്നത് നന്മ തിന്മ മാത്രമുള്ള സ്ഥലമാണ്, ദേശം. ഭൂമിക്കകത്ത് നന്മയും തിന്മയും പാപവും നന്മയും നിറഞ്ഞിരിക്കുന്ന ഇടത്തോട്ട് ആര് പോവുക? മനുഷ്യൻ പോവുക. എങ്ങനെ മനുഷ്യൻ പോയത്? നന്മ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അതിനകത്ത് പാപം വന്നപ്പോൾ സ്തോത്രം, പിശാച് ചെയ്ത ഒരു ഏറ്റവും വലിയ കാര്യം, ഒരു വലിയൊരു ഓഫർ വെച്ചു കൊടുത്തു. എന്തോ പറഞ്ഞേ? ഈ ഫലം കഴിക്കല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? യഹോവയെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. അവർ പറഞ്ഞു പറിക്കുമല്ല, തൊടുവ പോലും ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉടനെ പറയുക, അത് കഴിച്ചാൽ നിങ്ങൾ ആരെ പോലാവും? ദൈവത്തെ പോലെ. അന്ന് അവർ പറയണ്ടേ, ഞാൻ ദൈവത്തെ പോലെ തന്നെ ഇപ്പോഴും. ആരാ എൻ്റെ കൂടെ ഉള്ളത്? എൻ്റെ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്. വെയിലാറുമ്പോൾ ആരിറങ്ങി വരും? യഹോവേ ദൈവം വരും. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീ എന്താ ചെയ്തെന്ന് ചോദിക്കും. അവനോട് അവൻ കുശല വർത്താനം പറയും, അവനെ സ്നേഹിക്കും, അവനെ കരുതും. അത് കഴിയുമ്പോഴും കർത്താവ് പോകും. അപ്പോഴും അവർ പറയണ്ടേ, ഞങ്ങൾ ഇപ്പോഴും ദൈവത്തെ പോലെ, ദൈവത്തെ പോലെ ഓഫർ കൊടുത്തു. എന്ന് പ്രിയ മക്കളെ, പല ദൈവമക്കളുടെ വീഴ്ചകൾ അല്ലെങ്കിൽ തകർച്ചകളുടെ ഏറ്റവും വലിയ കാരണം പിശാച് ചില ഓഫറുകൾ കൊടുക്കും. ഓഫറുകൾ. ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളെ, എത്ര വലിയ ഓഫറുകൾ തന്നാലും ആദ്യം നീ ദൈവത്തോടെ സന്നിധി വെച്ച് അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അതിനകത്ത് മോഹം പോകല്ലേ, അതിനകത്ത് നിന്ദ പോകല്ലേ, സ്വപ്നം ചെയ്യാൻ പോകല്ലേ. എന്ത് ചെയ്യണം? നീ അതിനെ വെച്ച് എന്ത് ചെയ്യണം? ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ഓഫർ എനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. കാര്യം എന്തുവാ? നമുക്കെല്ലാം ഓഫർ ആര് തന്നിട്ടുണ്ട്? ആര് തന്നിട്ടുണ്ട്? കർത്താവ് തന്നിട്ടുണ്ട്. ദൈവം തന്നെ ദൂത്, നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ദൂത് ഓഫറാ. സ്വർഗം നിനക്ക് അവകാശമാക്കും എന്ന് പറഞ്ഞ പ്രത്യാശ ഓഫറാ. പക്ഷെ ഈ ഓഫർ ലഭിക്കണമെങ്കിൽ കർത്താവ് പറയുന്ന ചില കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം, ചെയ്യണം. എങ്കിലേ ഈ ഓഫർ ആർക്ക് തരത്തുള്ളൂ? നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പ്രാപിക്കാൻ പറ്റും. പാപം ചെയ്യാതെ ജീവിക്കുന്നവനെ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ പറ്റത്തുള്ളൂ. പാപം ചെയ്യാതെ ജീവിക്കുന്നവനെ മാത്രമേ ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ പാപത്തെ ചെയ്യാതിരിക്കാനുള്ള കഴിവും ആര് തന്നിട്ടുണ്ട്? കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ചിലവര് ഈ ഓഫർ വെച്ചിട്ട് എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയും, ഓ, ഈ ഓഫർ ദൈവം തന്നത്, അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് വരുമോ? സ്തോത്രം. വരുമോ? എന്നിട്ട് എന്ത് ചെയ്യും? സ്തോത്രം. പൊന്നിനെ കുറിച്ചൊരു പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതം എന്തുവാന്നറിയാം? സ്തോത്രം. ചിലവർ പറയുക, അവളെ പോക്ക് കണ്ടപ്പോഴേക്ക് തിരിച്ചു വരുമെന്ന് അവളെ ഓർത്തത്. സ്തോത്രം. ഞാൻ തിരിച്ചു വരുത്തിയേക്കോ അവളെ, ഇനി അവളൊന്ന് പോകുന്നതെന്ന് കാണട്ടെ. ക്രൈസ്തവോ, ദൈവം എന്താണെന്നറിയാം ദൂത് പറയുന്നത്. ഇന്ന് സ്തോത്രം, പൊന്നിന്റെ അകത്തിരിക്കുന്ന അനേകർ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്, സംസാരിക്കുന്ന വിഷയമാണ് പറയുന്നത്, പൊന്നിനെ നോക്കി സംസാരിക്കുന്ന വിഷയങ്ങളാണ് പറയുന്നത്. സ്തോത്രം. ദൈവം പറയുന്ന ദൂത് എന്തുവാന്നറിയാം? യോശുവയെയും കാലേബിനെയും
12 ഗോത്രത്തിനകത്തുള്ളവരെ കനാൽ ദേശം കാണാൻ വിട്ടു. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഫറവോന്റെ പിടിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ കനാൽ ദേശത്തേക്ക് അയച്ചു. അവർ പോയി കണ്ടു, ഫലങ്ങൾ കണ്ടപ്പോൾ അതിനകത്ത് കൂടെ വിട്ടിരിക്കുന്നവന്മാരെല്ലാം പേടിച്ചു പോയി. കാര്യം എന്തുവാ? ഫലങ്ങൾ മാത്രമല്ല കണ്ടേ, അവിടെയുള്ള മല്ലന്മാരെയും കണ്ടു. ഇവരെ തോൽപ്പിച്ചാലേ കിട്ടത്തുള്ളൂ. പക്ഷേ യോശുവയും കാലേബും ആ മല്ലന്മാരെ അല്ല കണ്ടത്, അവിടുത്തെ ഫലം കണ്ടു. എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിക്കൊല 2 പേര് വേണം ചുമന്നുകൊണ്ട് വരാൻ. അത്രയ്ക്ക് വലിയ ഒരു മുന്തിരിക്കൊലയുടെ സ്തോത്രം വലിപ്പം തന്നെ അത്രയുണ്ട്. 2 പേര് വേണം അതിനെ ചുമന്ന് ഒരു തടിക്കാതെ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകണം. 2 പേര്. അത്രയ്ക്ക് വലിയ ഫലമാണ്, നന്മയാണ് ആര് വെച്ചിരിക്കുന്നത്? ദൈവം പറയുക, പാലും തേനും ഒഴുകുന്ന ദേശം. സ്തോത്രം. അതേപോലെ പൊന്നുവെ ദൈവം അയച്ചത് പാലും അവിടുത്തെ സെറ്റപ്പ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു. പൊന്നുവിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, ഈ പ്രൊഫഷൻ ഇത്രയെല്ലാം മഹത്വം ഉണ്ടായിരുന്നു, അനുഗ്രഹം ഉണ്ടായിരുന്നു, ഈ പ്രൊഫഷൻ ഇത്രയെല്ലാം വിലയുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ കാണിച്ചു. പക്ഷെ പൊന്നുവിന്റെ മനസ്സിനകത്ത് അവിടുത്തെ മല്ലന്മാരെ കിടപ്പുണ്ട്. ജോലി ചില കട്ടിയ പോവാൻ താല്പര്യമുണ്ട്. പക്ഷേ ഉറക്കമാണ്, എണ്ണിപ്പ്, അവിടെ പോകുക, ഇവിടെ എന്തോ ചെയ്യാൻ എല്ലാത്തിനും ഒരു ടൈറ്റ്. ഇവിടെ ആണെങ്കിൽ അത്രയൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ടു പോലെ ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറയുക, മല്ലന്മാരെ കണ്ട് ഭയപ്പെടില്ല. ദൈവം നിന്നെ ദേശത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ, ആ നന്മ വാഗ്ദത്തങ്ങൾ ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയാൻ ചില നാള് കഴിയുമ്പോൾ അതിന്റെ ഓണർഷിപ്പിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്താൻ ദൈവം വിളിച്ചേക്കുന്നത്. അല്ലാതെ നീ ജോലിക്കാരനായി കൂലിക്കാരനായി കുറെ കാലങ്ങൾ പോയി കിടന്ന് ഒരു കൂലിക്കാരനായിട്ട് അറിയപ്പെടുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുക, ഒരു ഓണർഷിപ്പിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. ഈ കാണുന്നതെല്ലാം നീ കണ്ടോ? ചില നാളുകൾ നീ കഴിയുമ്പോൾ നീ അവിടുത്തെ ഓണർഷിപ്പിന്റെ മഹത്വം അനുഭവിക്കും. അനേകരെ നീ ആ രാജ്യത്തിലേക്ക് ഇറക്കും. നിന്റെ ബന്ധുക്കളെ, സ്വന്തക്കാരെ, നിനക്കുള്ള ഉറ്റവരെ പലരെ നീ ആ രാജ്യത്തിൽ പല ജോലികളായിട്ട് ഇറക്കും. ആ രീതി ദൈവം നിന്നെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു. അവിടെയുള്ള ചില കട്ടിപ്പണികൾ കാണുമ്പോൾ നീ ഭയപ്പെട്ട പോലെ ഇത് നിന്നെ പഠിപ്പിക്കുന്നതാ. നിന്നെ ചക്കിലിട്ട് അരച്ച് നിന്നെ ഒരു പുതുതായിട്ട് പുറത്തു കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുവാ കഷ്ടവും പ്രയാസവും നിനക്ക് വരും. നീ അതിനകത്ത് പതറിപ്പോലെ ദൈവം നിന്നെ അതിന്റെ ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരും. കാര്യമോ? അതിന്റെ ഏതൊട്ട് ഇസഡ് വരെ നിന്നെ പഠിപ്പിച്ചിട്ട് ദൈവം തരത്തുള്ളൂ. സ്തോത്രം. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവം എന്നെ അയക്കുന്ന വേറെ ഒന്നും അതിനെതിരെ വരുന്ന ഒരു പ്രതികൂലങ്ങളും, ഭവനത്തിനകത്തുള്ള വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, ഇതൊന്നും അതിനകത്ത് ചിന്തിക്കല്ലേ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കയറിക്കോ. ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് നിന്നെ പാലും തേനും ഒഴുകുന്നത് കാണിച്ചു തന്നു. പക്ഷെ അതിനകത്ത് കയറണമെങ്കിൽ ചില മല്ലന്മാരുണ്ട്. പക്ഷെ ആ മല്ലന്മാരെ ജയിക്കാനുള്ള ശക്തി ദൈവം നിനക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. അതിന്റെ ഏതോ ഡിസഡ് വരെയുള്ള കാര്യം നിന്നെ പഠിപ്പിച്ചിട്ട് നിന്റെ കരങ്ങൾ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് മാറിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ബന്ധങ്ങളെ തരുവാൻ ആഗ്രഹിക്കുന്നത്. അതുവഴി നിന്റെ കുടുംബത്തെ അനേകം രക്ഷപ്പെടുമെന്ന് ദൈവത്തിന് ദൂരം വിളിച്ചത്. Hallelujah. Hallelujah. Yes. ദൈവം പഠിപ്പിച്ചിട്ട് തന്നാൽ മാത്രമേ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അനേകർ സ്തോത്രമാലല്ല നിന്റെ ദേശത്തുനിന്ന്, നിന്റെ ബന്ധമിത്രാദികളിൽ നിന്ന് അനേകർ അവിടെ ജോലിക്ക് വരും. ആ രീതിയിലേക്ക് ദൈവം തന്നെ ഉയർത്തുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറയുന്നു. സ്തോത്രം. അവിടെ കണ്ടു പതറിപ്പോവല്ലേ. അതിനുവേണ്ടി ഒരാഴ്ച തന്നെ പാലും തേനും കാണിച്ചു തന്നു. ഇനി പ്രാർത്ഥിച്ചോണം, കേറിക്കോണം, അത് പ്രാപിച്ചോണം. അവിടെ തൊട്ട് ഏതൊട്ട് സെഡ് വരെയുള്ള കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചിട്ട് ഏൽപ്പിക്കുന്നുള്ളൂ. കാര്യം എങ്കിൽ മാത്രമേ നീ നിന്റെ കുടുംബവും നിലനിൽക്കുന്നുള്ളൂ. സ്തോത്രം. സ്തോത്രം.
ദൈവം എന്നെ വാഗ്ദത്തം പറഞ്ഞ് ദൂത് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സ്തോത്രം വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയെല്ലാം കഠിനം എന്തിനാ തരുന്നതെന്ന് ചിന്തിക്കല്ലേ. ഈ കഠിനമെല്ലാം ചിലത് ജയിക്കാനാണ്. അത് നമുക്ക് ഓർത്തൂടെ, എന്തിനാ കർത്താവേ അവർക്ക് അവിടെ മല്ലന്മാരെ കൊടുത്തത്? അന്ന് അവരോട് മാറ്റി മല്ലന്മാരെ ജയിക്കണം എങ്കിൽ മാത്രമേ ഇത് ദൈവം എനിക്ക് തന്നെന്ന് എന്ത് ചെയ്യത്തുള്ളൂ, വിശ്വാസം വരത്തുള്ളൂ. മല്ലന്മാരെ ജയിക്കാതിരിക്കാൻ കൊണ്ട് ദൈവം പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, വിശ്വാസം വരത്തില്ല. ഇന്ന് പല ദൈവമക്കളും സ്വന്തം ഇന്ന് സാക്ഷ്യപരം പറഞ്ഞില്ലേ, പല ദൈവമക്കളും വന്നു, നന്മയ്ക്കായി വന്നു, അനുഗ്രഹം പ്രാപിച്ചവർ മടങ്ങിപ്പോയി. അവർക്ക് ദൈവത്തിന് വിലയുണ്ടോ? ദൈവത്തിന് വിലയുണ്ടാകാൻ അവർ എന്ത് ചെയ്തനെ, സ്ഥിരപ്പെട്ടനെ. ദൈവത്തിന് അവർക്ക് കാര്യം സാധിച്ചാൽ മതി, അവരെ അല്ല ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അതെല്ലാ സഭയ്ക്കകത്തും വരുന്നതാണ്. എല്ലാ ദൈവത്തിന്റെ ആത്മാവിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ സഭയ്ക്കകത്തും ഇങ്ങനെ കുറെ പേര് വരും, വന്ന് പോയിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല. ഒരിടത്ത് കറക്റ്റായിട്ട് പോയി ഇരിക്കത്തില്ല. ഞാൻ പറയുക, രണ്ടാമത് മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. ഒരു പാപവും അറിയാത്ത നന്മ മാത്രമുള്ള ഏതാൻ തോട്ടം കൊടുത്തപ്പോൾ മനുഷ്യന്റെ ഉള്ളത്തിനകത്ത് അത്യാഗ്രഹം വന്നു. പിശാച് അത്യാഗ്രഹം കൊണ്ടിട്ടു, അവനെ എടുത്തിയാടി. എടുത്തിയാടിയിട്ട് എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തു. അവൻ അവിടെ നിന്ന് പുറത്തു പോയപ്പോ എന്തുവാ? അവിടെ കഷ്ടവും പ്രയാസവും സങ്കടങ്ങളും കണ്ണുനീരും. അതുവരെ സങ്കടം കഷ്ടവും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആര് കൊടുത്തായിരുന്നു? ദൈവം കൊടുത്തായിരുന്നു. അവൻ ചോദിക്കുന്ന മുമ്പേ അവന് വേണ്ടതെല്ലാം കൊടുത്തേക്കുക. പിന്നെ അവന് നല്ല സങ്കടമുണ്ടോ, കഷ്ടമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല, ഒന്നുമില്ല. അവൻ ദൈവത്തോട് പാപം ചെയ്തു. ദൈവം എന്ത് ചെയ്തു? അവനെ പുറത്തു കളഞ്ഞു. സ്തോത്രം. രണ്ടാമത് സ്തോത്രം, ദൈവം കനാൽ ദേശം കാണിച്ചു കൊടുത്തു. അടുത്ത ജനത്തിന് ഭൂമി തന്നെ അനുഗ്രഹം അടുത്ത കൊടുക്കുക, അനുഗ്രഹം കൊടുക്കുക, ഭൂമിയിലേക്ക് അനുഗ്രഹം കൊടുക്കുക, ഭൂമിയിലുള്ള നന്മ കൊടുക്കുക. അതുവരെ എന്ത് വന്നിട്ടില്ല? സ്വർഗത്തിലേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല, സ്വർഗ കവാടം വന്നിട്ടില്ല, സ്വർഗം വന്നിട്ടില്ല. ഭൂമി തന്നെ ഉണ്ടാക്കിയവനെ ഭൂമി തന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കനാല് കാണിച്ചു, കനാദേശം വെച്ചു. പക്ഷെ കനാദേശം വരുന്നത് വരെ ചുമ്മാത് കർത്താവ് കൊടുത്തില്ല. കഷ്ടവും പ്രയാസവും അനുഭവിക്കണം, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അവരെവിടെല്ലാം കൈവെക്കുന്നു അവിടെ എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ജയിച്ചുകൊണ്ടിരിക്കുക, തോൽവിയില്ല. പക്ഷേ അവർ ദൈവത്തെ വിട്ട് ഇടയ്ക്ക് ലോകപരമായ ചിന്ത പോകുമ്പോൾ തോൽവിയാണ്. പിന്നെ അവർ ദൈവസേനയിൽ വന്നിട്ട് മടങ്ങി വന്നിട്ട് ദൈവസേന ഏറ്റുപറയുമ്പോൾ അവരെന്ത് ചെയ്യുക? ദൈവം പിന്നെയും ജയം കൊടുത്തോണ്ട് കൊണ്ടുപോവാ. കാശിക്ക് അനാദേശം വന്നപ്പോൾ കൂടെ വന്നവന്മാരെല്ലാം പറഞ്ഞു, അയ്യോ സാധനമെല്ലാം ശരിയാ, പക്ഷെ നമുക്ക് പാവൊന്നും പറ്റത്തില്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? അവിടെ മല്ലന്മാരാണ്. അപ്പൊ യോശുവ പറഞ്ഞു, നമ്മൾ ഇത്രയും രാജ്യങ്ങളെ, ഇത്രയും വലിയ ടീമുകളെ തോൽപ്പിച്ച് നമ്മൾ വന്നതാ. ഇവര് നമ്മളെ കയ്യിൽ വെറും നിസ്സാരമാണ്. കാലേബും പറഞ്ഞു, ഇവര് നമ്മളെ കയ്യിൽ വെറും നിസ്സാരമാണ്, നിങ്ങൾ പാടിക്കണ്ട. ഇവർ രണ്ടുപേരും ആരെ കണ്ടു? അവിടുത്തെ നന്മയോ കാര്യങ്ങളോ മല്ലന്മാരോ അല്ലെങ്കിൽ നന്മയൊന്നും അല്ല കണ്ട, അവർ ദൈവത്തെ കണ്ട. ദൈവം പറഞ്ഞ് അവരത് അനുസരിക്കുന്നു. സ്തോത്രം. കാലേബ് യോശുവയെ ഉറച്ചു നിന്നു. കനാദേശത്തിനകത്ത് മല്ലന്മാരുണ്ട്. അവിടെ ആ കനാദേശത്തിന്റെ പാല് പൊഴുകുന്ന തേന് പൊഴുകുന്ന ദേശം ദൈവജനത്തിന് കൊടുത്ത് ആ ദൈവജനം അതിനകത്ത് തൃപ്തിപ്പെട്ടായിരുന്നു എങ്കിൽ, ദൈവസേന വിശ്വസിച്ചുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ അവരെന്ത് ചെയ്തില്ല? ഇതെല്ലാം കിട്ടിയിട്ടും എന്ത് ചെയ്തില്ല? തൃപ്തിപ്പെട്ടില്ല. അടുത്ത അത്യാഗ്രഹം വന്നു, അടുത്ത പാപം വന്നു. അവിടെ നിന്ന് കർത്താവ് എടുത്തു കളഞ്ഞു. അടുത്തത് മൂന്നാമതായി യേശു ക്രിസ്തുവിനെ അയച്ചു. കർത്താവിന് മനസ്സിലായി, ഭൂമിയിൽ നന്മ കൊടുത്തിട്ട് ഭൂമിയിൽ അങ്ങ് സ്ഥിരപ്പെടുത്തിയ കാര്യമില്ല. ഉമ്മാരെ ഭൂമിയിൽ ജനിപ്പിച്ച് ഭൂമിയിൽ ഒരു ആയുസ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാര്യം എന്തുവാ? ഉമ്മാരെ മ്ലേച്ഛതയും പാപം ചെയ്യും. ഒരു കാര്യം ചെയ്യാം. സ്തോത്രം. യഥാർത്ഥമായ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവന് നിത്യത കൊടുക്കും. സ്തോത്രം. നിത്യത കൊടുക്കും, സ്വർഗം കൊടുക്കും. അവിടെ ആരിപ്പുണ്ട്? യേശുപതിനുണ്ട്. യേശുപതിന്റെ വലത്ത് പോയി ഭാഗത്തിരിക്കാൻ അത് ജീവിക്കുന്നവന്. സ്തോത്രം. മൂന്നാമത് കൊടുത്ത അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം എന്തുവാ? ഭൂമി ചില കഷ്ടവും പ്രയാസവും പ്രതികൂലം ഉണ്ടെങ്കിൽ പോലും ഈ ഭൂമിയിൽ നിന്നും ഈ സകലത്തെയും ജയിച്ച് സന്തോഷം അനുഭവിച്ച് നമ്മൾ എവിടെ പോയിരിക്കും? ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യതയും. അവിടെ രോഗമില്ല, അവിടെ ക്ഷീണമില്ല, അവിടെ പ്രയാസമില്ല. ഭൂമിയിൽ വസിക്കുമ്പോൾ നിനക്ക് ക്ഷീണമുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു, പ്രതികൂലമുണ്ടായിരുന്നു. സ്തോത്രം. മൂന്നാമത് കർത്താവ് വെച്ചിരിക്കുക നിത്യത. ആരോടൊപ്പം? യേശുവിനോടൊപ്പം.
ആദ്യം സ്തോത്രം മാതാവിനും ഔവയ്ക്കും കർത്താവ് വൈറ്റ് ഇറങ്ങി വരും. ഇത് വൈറ്റല്ല, എപ്പോഴും ആരോടൊപ്പം ഉണ്ട്? യേശുപ്പനോടൊപ്പം. സ്തോത്രം. യേശുപ്പനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നവന്റെ ഹൃദയത്തിനകത്ത് ആരാ വസിക്കുന്നത്? ദൈവമാണ്. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞു, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്ത് ആര് പരിഹാരം നൽകും? ദൈവം പരിഹാരം നൽകും. സ്തോത്രം. കിങ്ലിഷിനെ കുറിച്ച് ദൈവം പറയുന്ന ദൂത് ഞാൻ പറയട്ടെ. സ്തോത്രം. കർത്താവ് പറയുക, സ്തോത്രം, നീ ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് നീ ഇത്രയെല്ലാം പോയി വന്നിട്ട് എന്താ നിനക്ക് ലഭിച്ചതെന്ന് ചോദിക്കുന്നവരുടെ പെണ്ണിൽ പലപ്പോഴും നീ ഒരു പീരൂനെ പോലെ പതറി പോകുന്നുണ്ട്, ചഞ്ചലപ്പെട്ടു പോകുന്നുണ്ട്, നിനക്ക് മറുപടി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല. അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. നീ വിശ്വസിക്കുന്ന യേശുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. യേശുവിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുക, ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. നീ വിശ്വസിക്ക്. ദൈവത്തിന് ഒരു നിമിഷം മതി. ഇത്രേ കാലം നീ അനുഭവിച്ച വേദന, ഇത്രേ കാലം നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന വേദന, ഇത്രേ കാലം നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ യേശു പറയുക, ഒറ്റ നിമിഷം മതി, ഒറ്റ വാക്ക് മതി. വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതനാണ്, കരം കുറുകിപ്പോയിട്ടില്ല. എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആമി, എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത കരമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, യേശുവിൽ സന്തോഷിച്ചോ. ഏത് പ്രതികൂലത്തിന്റെ മധ്യയിൽ യേശുവിനെ മുറുകി പിടിച്ച് റൂമിനകത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചോ. ഈ പ്രതികൂലം വന്നത് വലിയൊരു അനുഗ്രഹത്തിലേക്ക് എന്റെ ദൈവം എന്നെ നയിക്കാൻ പോവുക. ആ ദൂതിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാൻ പോവുക. എന്നാ എപ്പോഴെന്നല്ല ദൈവം പറയുക, ദൈവത്തിന്റെ കരം മുറുകി പോയിട്ടില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. എന്റെ ദൈവം തന്ന വാഗ്ദത്തം വലുതാ. എന്റെ ദൈവം തന്ന വാഗ്ദത്തം വലുതാ. എന്റെ ദൂത് വലുതാ. എന്റെ ദൂത് വലുതാ. എന്നെ ഉടച്ചത്, എന്നെ പണിതത് എനിക്ക് ചിലത് തരാനാ. ചില അനുഗ്രഹത്തോടെ എന്നെ പുറത്തു കൊണ്ടുവരാനോ, ചില വാഗ്ദത്തങ്ങളോടെ എന്നെ പുറത്തു കൊണ്ടുവരാനോ, ചില ദൂതോടെ എന്നെ പുറത്തു കൊണ്ടുവരാനോ, ചിലത് ഉടയ്ക്കുന്നത്, ചിലത് കരയുന്നത്, നിലവിളിക്കുന്നത്, കണ്ണുനീര് വാർക്കാനാ. ആ കണ്ണുനീര് ഒഴിക്കുന്നത് യേശുവിന്റെ സന്നിധിയിലാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യേശുവിന്റെ കരം കുറുകിയിട്ടില്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ. ആമേൻ. സ്തോത്രം. വിശ്വസിക്ക്, ഏറ്റെടുത്തു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, കർത്താവിൽ നീ എപ്പോഴും സന്തോഷിപ്പി. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. എപ്പോഴും നീ സന്തോഷിക്കുന്നുവെങ്കിൽ നീ ദൈവത്തെ ആശ്രയം വെച്ചിരിക്കുന്നത്. ദൈവത്തെ ആശ്രയം വെച്ചവന്റെ അടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിന്റെ മറുപടി നിന്റെ കുടുംബത്തിനകത്തുണ്ട്, നിന്റെ ജീവിതത്തിനകത്തുണ്ട്. കർത്താവ് പറയും, എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഓർത്തോ, ഓർത്തോ, ഓർത്തോ. ആ കരം ഇന്ന് അത്ഭുതം ചെയ്ത കരമാ. ആ ദൂതത്വ പ്രത്യാശ തരുവോ, എനിക്ക് ഉറപ്പ് തരുവോ, എനിക്ക് ബലം തരുവോ. എന്റെ കർത്താവിനോട് പറയുവോ, എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഞാൻ വിളിക്കുന്ന ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇത് വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്കാനാ പറയുന്നത്. ഇത് വെച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് റൂമിനകത്തെ കഥ അടച്ചങ്ങോട്ട് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് മുഴങ്കാല് മടക്കിയിരുന്നങ്ങോട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. എന്റെ യേശുവിന്റെ കരം കുറുകിയിട്ടില്ല. എന്റെ മണവാളിന്റെ കരം കുറുകിയിട്ടില്ല. എന്റെ പിതാവിന്റെ കരം കുറുകിയിട്ടില്ല. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശ്ചയമായി സ്വന്തം ഈ വാക്കെല്ലാം പറയുമ്പോൾ ഓർത്തോണം, എന്റെ പിടിതലിന്റെ സമയം അടുത്തിരിക്കുക. ഇതെന്തിനു വേണ്ടി എന്നോട് പറയുന്നത്? ഇതിൽ എന്നെ പകർത്തുവാൻ, എന്നെ പിന്നിലോട്ട് കൊണ്ടുപോവാൻ പല പിശാച് നോക്കുന്നുണ്ട്. അവന്റെ പ്ലാൻ പദ്ധതി നോക്കുന്നുണ്ട്. അവൻ പലരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീട് പോയിട്ടില്ല. കാര്യമല്ലോ, ഇന്ന് പകല് ഞാൻ കേട്ട ദൂത, എന്റെ യേശുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. എന്റെ യേശുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അത്ഭുതം ചെയ്യുവാൻ എന്റെ യേശുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പകല് വിശ്വസിച്ചോ, ആ ദൂതം കൊണ്ട് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ആ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. അതിന് പ്രതികൂലമായി നിൽക്കുന്നതല്ല ഇന്ന് പകൽ അഴിയട്ടെ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ ദൂതിന്റെ പകൽ വെളിപ്പെടട്ടെ.
ദൈവത്തിന്റെ ദൂതനാ, ദൈവത്തിന്റെ ദൂതനാ, ദൈവത്തിന്റെ ദൂതനാ, ദൈവത്തിന്റെ ദൂതനാ, ദൈവത്തിന്റെ ദൂതനാ. ഓ ഓ ശബകമന ദിഗദിഗമന രുദമന രിദന അസ്തവ രഗമന രിദമന രുദമന രിദന അസ്താരാദ രിദ ശരമന ദിഗന ദിഗന ഇത് പാല വിടുതൽ 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 വ്യാപരിക്കട്ടെ. വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ടാവട്ടെ, മറുപടി ഉണ്ടാവട്ടെ, മറുപടി ഉണ്ടാവട്ടെ, മറുപടി ഉണ്ടാവട്ടെ, മറുപടി ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. രണ്ടു വട്ടം കർത്താവ് ഭൂമിയിൽ നന്മ കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, പാലും തേനും ഒഴുകുന്ന സ്ഥലം കൊടുത്തു. മനുഷ്യൻ എന്ത് ചെയ്തില്ല? വിശ്വസ്തത പാലിച്ചില്ല, പാപം ചെയ്തു. അവൻ എവിടെ പോയി? പുറത്തു പോയി. എങ്കിൽ കർത്താവ് പറഞ്ഞു, നീ ഭൂമിയിലല്ല തരാൻ പോകുന്നത്, സ്വർഗത്തിൽ എന്നോടൊപ്പം അങ്ങ് തരാൻ പോവാ. അമേ സ്തോത്രം. സ്വർഗത്തിലാണെങ്കിൽ എപ്പോഴുണ്ട്? എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഏതും തോട്ടത്തിൽ വൈകിട്ടേ വരത്തുള്ളൂ, വെയിലാറുമ്പോഴേ വരത്തുള്ളൂ. എങ്കിൽ സ്വർഗത്തിൽ എന്തുണ്ട്? എപ്പോഴും ആരുണ്ട്? യേശു. സ്തോത്രം. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്രിസ്തു യേശുവിനെ സ്നാനപ്പെടുന്ന ദൈവപൈതലിന്മേൽ അഭിഷേകം വെളിപ്പെട്ടേക്കുക. എന്തുവാ? പ്രത്യാശയുടെ അഭിഷേകം. അവൻ പിന്നെ ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. കർത്താവിന്റെ മണവാട്ടിയാവൻ. കർത്താവിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്തോത്രമാലയ പ്രാധാന്യപ്പെട്ടവനാ, പ്രാധാന്യപ്പെട്ടവനാ. സ്തോത്രം. പ്രിയ മക്കളെ, നമ്മൾ ദൈവത്തെ പ്രാധാന്യപ്പെട്ടവരാവണം. ദൈവത്തിന് വില കൊടുക്കുന്നവനാണ്. ദൈവത്തിന് വില കൊടുക്കുന്ന എന്ത് ചെയ്യത്തില്ല? മനുഷ്യനെ നോക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. സ്തോത്രം. ആരെയും ഒരുക്കി തരുന്ന ഭവനത്തില് ആ ചായ പറഞ്ഞ ഒറ്റ വാക്ക, അമ്മാമ്മയുടെ വാക്ക. സ്തോത്രം. കൊച്ചുമച്ചാന്റെ ഷെലമാവുടെ വാക്ക ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തോ പറഞ്ഞേ? സ്തോത്രം. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് അവര് മനുഷ്യനെ നോക്കാത്തത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം സുനിത ചോദിച്ചു, അച്ഛാ ഇത് എല്ലാവരോടും പറഞ്ഞു. ആരോട് പറയണം? സ്തോത്രം. മക്കളോടും ആര് പറഞ്ഞു? പെടുന്നും പറയത്തില്ല. സ്തോത്രം. ഞാനപ്പോ ഓർക്കും, ആരോട് തീരുമാനം എടുത്തില്ല, അവര് തമ്മിൽ തീരുമാനം എടുത്ത് കൊടുക്കുന്നു. അവര് തമ്മിൽ തീരുമാനം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്ത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? ചിലവരെന്ത് മക്കളെ വിളിക്കും, മക്കളെ അത് കൊടുക്കണോ വേണ്ടായോ? സ്തോത്രമല്ലേ, അവരുടെ അഭിപ്രായം വേണം, ഇവരുടെ അഭിപ്രായം വേണം. ആ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതിനകത്ത് ഒരു അഭിപ്രായം വേണ്ട. മക്കളുടെ അഭിപ്രായം വേണ്ട, മരുമക്കളുടെ അഭിപ്രായം വേണ്ട, കൊച്ചുമക്കളുടെ അഭിപ്രായം വേണ്ട, ആരുടെ അഭിപ്രായം വേണ്ട. ചെയ്യണോ? അത് കാര്യം എന്തുവാ? അവര് ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. അവർ ദൈവത്തിന്റെ വാക്കിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ആ സാക്ഷ്യം കേട്ടപ്പോഴേ ഞെട്ടിപ്പോകുന്നത്. എന്തുവാ? പെന്തിക്കോസിനകത്ത് ജീവിക്കുന്നവരുണ്ട്, ജീവിക്കുന്നവരുണ്ട്, ഇതേപോലെ കാഴ്ചപ്പാടുള്ളവരുണ്ട് എന്ന് നമ്മളെ എന്ത് ചെയ്യുക? വെളിപ്പെടുത്തി തരുക. സ്തോത്രം. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു കാര്യം, ഇത് ആരെങ്കിലും എതിർക്കുവാണെങ്കിൽ അവൻ അത്രയും കാഴ്ചപ്പാടേ ഉള്ളൂ. സ്തോത്രം. അച്ഛൻ ചോദിച്ചൊരു ചോദ്യമാ, ആരെങ്കിലും ഇതിനെ എതിർത്ത് പറയുകയാണെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അവൻ അത്രയും കാഴ്ചപ്പാടേ ഉള്ളൂ. ആരുമായിട്ട്? ദൈവത്തിന് കാഴ്ചപ്പാടുള്ളവനെ, ദൈവത്തെ ഭയപ്പെടുന്നവനെ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവനെ ഒരിക്കലും ഇതിനെ എതിർക്കത്തില്ല, അനുകൂലിക്കത്തുള്ളൂ. കർത്താവിന്റെ നാമം ഉയർത്താനേ പറയത്തുള്ളൂ. അത് ചെയ്തത് നല്ലതാണേ പറയത്തുള്ളൂ. സ്തോത്രം. ഞാനപ്പോ ഓർക്കും, ഇവര് ദൈവവുമായിട്ട് ഇത്രയും ആഴമായ ബന്ധം ദൈവത്തോടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത്രയും സ്നേഹം കാണിക്കാൻ പറ്റുന്നത്. ഇത്രയും ആ സ്നേഹത്തിനകത്ത് എന്തില്ല? കാമ്പടിയുമില്ല. സ്തോത്രം. അഭിപ്രായങ്ങളൊന്നുമില്ല. അവർ ഡയറക്റ്റ് കർത്താവ് എന്തു പറയുന്നു അതാ ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ ഓർക്കുക, 2 വട്ടം പാലും തേനും ഒഴുകുന്ന സ്ഥലം കൊടുത്തു. പല യുദ്ധങ്ങളിൽ അവർ ജയിച്ചു വന്നു. അവർ യുദ്ധങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി. സ്തോത്രം. ആദ്യം സ്തോത്രം ദൈവത്തോടൊപ്പം സംസാരിക്കാനുള്ള അധികാരം കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പമാർക്ക് ആർക്കും അധികാരം കൊടുത്തില്ല. ചില വ്യക്തികളെ മാത്രം ദൈവം തെരഞ്ഞെടുത്തു, ലീഡർഷിപ്പിലേക്ക് തെരഞ്ഞെടുത്തു. അവരും ദൈവമായിട്ട് സംസാരിക്കും, ദൈവത്തോട് വന്ന് അവർ അള്ളപ്പാട് പറയും. സ്തോത്രം. അതിനവർക്ക് കനാദേശം കൊടുത്തു,
ജീവിക്കുന്ന ദൈവം എന്തെന്ന് കാണിച്ചു കൊടുത്തു. നമുക്ക് ഓരോ പ്രതികൂലം തരുന്നതും ജീവിക്കുന്ന ദൈവത്തെ കാണിച്ചു തരാൻ വേണ്ടിയാണ്, നമ്മളെ ഒന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടി. അയ്യോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവറോ, ഇത്രയും സ്നേഹമോ എന്റെ ദൈവത്തിന്, എന്നെ ഇത്രയും കരുതലോ എന്ന് കാണിച്ചു തരാനാണ് ഈ പ്രതികൂലം കൊണ്ടുവരുന്നത്. അവിടെ പ്രതികൂലം വരുമ്പോൾ അയ്യോ എന്ന് പറയുന്നത് പോയി, പേടിച്ചു പോയി. ഈ പ്രതികൂലം വരുമ്പോൾ ഓർക്കണം, എന്റെ ദൈവത്തിന് എന്നെ ഭയങ്കര സ്നേഹം. കാര്യം എന്തുവാ? ദൈവം ജയിപ്പിക്കാൻ പോവുക. ഈ പ്രതികൂലിച്ചവരുടെ പെണ്ണിൽ, നിന്ദിച്ചവരുടെ പെണ്ണിൽ, പരിഹസിച്ചവരുടെ പെണ്ണിൽ ഞാൻ പ്രാർത്ഥിക്കാൻ മുഴങ്കാലും അടക്കാൻ പോവുക. പ്രാർത്ഥിക്കുമ്പോ എന്റെ ദൈവം ചെയ്യുമ്പോ ജയത്തോട് പുറത്തു കൊണ്ടുവരാൻ. അതാ നേരത്തെ ദൂത്. എന്തുവാ? എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അത്ഭുതം ചെയ്യാൻ എന്റെ കരം കുറുകിപ്പോയിട്ടില്ല. എന്റെ കരം ഇപ്പോഴും ഓക്കെയാ. നീ ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവസംഗി ഏൽപ്പിച്ചോ, എന്റെ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പകലോത്ത് പ്രാർത്ഥിച്ചോണം. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം. എന്റെ തലമുറ, എന്റെ കുടുംബം, എന്റെ ദേശത്ത് അനുഗ്രഹപ്പെടണം. അതിനെതിരെ നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ. കാര്യമേ, ഞാൻ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്, എന്റെ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അത്ഭുതം ചെയ്യുവാൻ ദൈവം ശക്തന. ഇന്ന് പകല് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം സഭാഹോളിന്റെ വിഷയത്തിനകത്ത് ദൈവം ചെയ്യാൻ ശക്തന. ദൈവമേ, സഭയ്ക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കെതിരെ കരാത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഓപ്പണിംഗ് ഈശ്വരനിക്ക് ആ ദൈവത്തിന്റെ ദൂതിന് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മൂന്നാമത് കർത്താവിന് മനസ്സിലായി, എന്തുവാ, ഇനി ഈ ഭൂമിയിൽ പരിപാടി നടക്കത്തില്ല. ഇവന്മാരെപ്പോഴും എന്ത് ചെയ്യുക? പറയുന്ന വാക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് ആര് വന്നത്? കർത്താവായ യേശു വന്നത്. സ്തോത്രമാലയെ പച്ചയായ ശരീരം അമികാലിൽ മരത്തിന്മേൽ തൂങ്ങി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അമികാലിൽ സ്തോത്രം അവസാന രക്തം വരെ ഒഴുക്കി സ്തോത്രം ക്രൂശ് എടുത്ത്. അടുത്തത് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഭൂമിയിലും സ്വർഗത്തിലും എനിക്ക് സകല അധികാരം കിട്ടി. അപ്പൊ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവപൈതലിന്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവപൈതലിന് നിശ്ചയമായി ഭൂമിക്കകത്ത് ആരനുഗ്രഹം തരും? കർത്താവ് തരും. എന്നിട്ട് പറയുക, അടുത്ത അനുഗ്രഹത്തോട് വെച്ചിട്ടുണ്ട്. എവിടാ? സ്വർഗത്തിൽ. നിങ്ങൾ ആരെ ചെയ്താൽ മതി? എന്നെ കണ്ട് മാത്രം ഒന്ന് പോയാൽ മതി. യഹോവ കർത്താവിൽ സന്തോഷിപ്പി എന്നൊരു വാക്യം പറയുന്നുണ്ട്. കർത്താവിൽ സന്തോഷിപ്പിക്കാൻ ഒരു കർത്താവിന്റെ കൂടെ ഉണ്ടാവണം. കർത്താവിന്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ കർത്താവ് ഞാനുമായിട്ട് എന്ത് ചെയ്യണം? സ്തോത്രം, ആഴമായ ബന്ധം ഉണ്ടാവണം. ഇന്ന് സ്തോത്രം അഭിജിത്ത് എടുത്ത ദൈവത്തിന്റെ ദൂതുണ്ട്. എന്തുവാ? വിശ്വസിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്തും ആര് മറുപടി തരും? എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മറുപടി ഇല്ലാത്ത ചില വിഷയത്തിൽ സ്തോത്രം, വിശ്വാസത്തിന്റെ കുറവ്. അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, എന്തുവാ? കടുമണി പോലെ വിശ്വാസം. കർത്താവ് വലിയ ആനയുടെ അത്ര വിശ്വാസം എന്നല്ല പറഞ്ഞു. എന്തുവാ? കടുമണി പോലെ വിശ്വാസം. സത്യമല്ലേ? നമ്മൾ അധികം വിശ്വസിക്കാതെ പ്രാർത്ഥിക്കാതെ തന്നെ എല്ലാം തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാണെങ്കിൽ എന്തുമായിരിക്കും? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യും. നമ്മൾ അത്രയ്ക്കധികം വിശ്വസിക്കാതെ പോലും ദൈവം തരുന്നുണ്ട്. അത്രയ്ക്ക് വിശ്വസിക്കത്തില്ലെന്ന് പറയുന്ന കാര്യം എന്തോന്നറിയാമോ? ദൈവം നന്മ തന്നിട്ട് എന്തെങ്കിലും തിന്മ വന്നായിരുന്നു പുറു കൊടുക്കും നമ്മൾ, ഇല്ലേ? നമ്മൾ മാറിയത്, എന്തു കർത്താവ് ഇതെന്തോ, ഞാൻ ഇങ്ങനെല്ലാം പോയിട്ട് എന്നെ എന്തോ ഇങ്ങനെ ഇട്ട് പിടിക്കുന്നത്, ഇത് എന്റെ കുടുംബത്തിൽ മാത്രം എന്തോ വരുന്നത്, ഇങ്ങനെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ പറയുക, ദൈവത്തിന്റെ ആലോചന പറയുക, നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി നിന്റെ കുടുംബത്തിനകത്ത് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഏതാ? കർത്താവ് പറയുന്ന ഒരു വാക്യം ഇന്ന് ഇംഗ്ലീഷിന് കൊടുത്ത ദൂത് എന്തുവാ? എന്റെ കരം കുറുകി പോയിട്ടില്ല. അത്ഭുതം ചെയ്യുവാൻ എന്റെ കരം കുറുകി പോയിട്ടില്ല. യഹോവയെ കഴിയാത്ത കാര്യമില്ല. ഏറ്റെടുത്തങ്ങോട്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പ്രതികൂലം എന്റെ കുടുംബത്തിനകത്ത് വന്നത് എന്താ? പ്രതിസന്ധി എന്റെ കുടുംബത്തിനകത്ത് വന്നത് എന്താ? ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവം അറിയാതെ ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. കർത്താവേ, ആ ദൂതിനെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്റെ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഈ പ്രതികൂലത്തിനകത്ത്, ഈ പ്രതിസന്ധികളകത്ത് എന്റെ ദൈവം എന്നെ അത്ഭുതത്തോടെ പുറത്തു കൊണ്ടുവരും. എന്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പകലും രാത്രിയും എന്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന കർത്താവ്, എനിക്ക് വേണ്ടി ഇറങ്ങി ദൈവത്തിന്റെ ദൂത് വെളിപ്പെടുത്തി തരുന്ന കർത്താവ്, ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതിനെതിരെ നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോട് ദൂതോട്
കുടുംബം പുറത്തു വരട്ടെ. ആ ദൈവത്തിന്റെ നന്മ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഏത് വിഷയമാകട്ടെ അതിനകത്ത് മറുപടി തരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രതികൂലത്തെ അനുകൂലമാക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. അതാദ്യം തിരിച്ചറിയണം. വിശ്വസിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്. അടുത്ത മേലത്തെ വാക്യത്തിനകത്ത് പറയുന്നു, കടുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിനകത്ത് വീഴാൻ പറഞ്ഞാൽ അത് ചെന്ന് വീഴും. കാര്യം എന്തുവാ? ആമേൻ, സ്തോത്രം. ഇന്ന് ഇപ്പോൾ കേട്ട ഈ ദൈവത്തിന്റെ വചനം അസാധ്യമായിട്ട് നമുക്ക് തോന്നും. കാര്യം ഒരു മലയോടാ ചാടി അങ്ങ് അപ്പുറത്തോട്ട് പോകാൻ പറയുന്നത്, നീങ്ങാൻ പറയുന്നത് മലയോടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മല പൊട്ടിക്കാൻ ദിവസങ്ങൾ വേണം, മാസങ്ങൾ വേണം. കർത്താവ് പറയുന്നത്, നിനക്ക് കടുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ ആ മലയെ തൊട്ടിട്ട് നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങും. ഞാൻ ഓർക്കുക, ആ കടുമണിയുടെ വിശ്വാസം എന്നാ കർത്താവ് നമുക്കെല്ലാം ഉണ്ടാവുന്നു? നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസിക്കാന്നാ പറയുന്നത്. നൂറി എന്നാ വിശ്വാസത്തിന്റെ കാര്യം പറയുന്നത്. പക്ഷെ നമുക്ക് എന്തില്ല? സ്തോത്രം, കടുമണിയുടെ വിശ്വാസം ഇല്ല. അത് അപ്പോഴത് കണക്കൂട്ടിക്കണം. അത്രയും വിശ്വാസം ഇല്ലായിട്ട് പോലും നമ്മളെ ഇത്രയും സ്നേഹിച്ച് അനുഗ്രഹിക്കുന്നെങ്കിൽ ആ കടുമണിയുടെ വിശ്വാസം ഉണ്ടായിരുന്നു എന്തുവായിരുന്നു? സ്തോത്രം. കാര്യം ചിലവർ പറയും, സ്തോത്രം, കാര്യമല്ല ശരിയായി, എനിക്ക് നൊന്ത എന്റെ സ്വഭാവമാണ്. ഇതേപോലെ ചിലവർ, കാര്യമല്ല ശരിയായി, എന്റെ കുടുംബത്തിൽ കയറി എനിക്ക് ശോധന വന്നു കഴിഞ്ഞാൽ ഞാൻ പുറകൊടുക്കാൻ തുടങ്ങും. സ്തോത്രം. വേറൊരു കുടുംബത്തിൽ കൊടുത്തോ എനിക്ക് കുഴപ്പമില്ല, എന്റെ കുടുംബത്തിനകത്ത് വരല്ലേ, എന്റെ കുടുംബത്തിനകത്ത്. ഇന്ന് പകൽ ഞാൻ പറയുന്ന മക്കളെ, ദൈവം അറിയാതെ നമ്മുടെ ഭവനത്തിനകത്തൊന്നും സംഭവിക്കരുത്. നമ്മളായിട്ട് കൊണ്ടുവരുന്ന വിഷയമുണ്ട്, അതിനകത്ത് ദൈവത്തെ കൂട്ടുപിടിക്കരുത്. ദൈവം അറിയാതെ നമ്മുടെ ഭവനത്തിനകത്തൊന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾക്ക് ആരുമായിട്ട് ബന്ധം ഉണ്ടാവണം? ദൈവമായിട്ട് ആഴമായ ബന്ധം ഉണ്ടാവണം. അപ്പൊ ദൈവം നന്മകളും തരും, തിന്മകളും തരും, പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനകത്തെല്ലാം ഒരു ജയത്തോടെ, ഒരു തോൽവിയായിട്ട് നിർത്താൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് ചെയ്തതെല്ലാം നന്മയ്ക്കാണ്, കർത്താവ് ചെയ്തതെല്ലാം അനുഗ്രഹത്തിനാണ്, കർത്താവ് ചെയ്തതെല്ലാം സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ട് ആലോചിച്ച് പറ, ഇത്രയും നാളും എന്നെ ചിലതിനകത്ത് വെയിറ്റ് ചെയ്ത് അത് നല്ലതിനാണ്. അതുകൊണ്ടാണ് എനിക്ക് ചിലത് പഠിക്കാൻ പറ്റിയത്, ചില അവസ്ഥകൾ പഠിക്കാൻ പറ്റിയത്. സ്തോത്രം. 12 വർഷം നമ്മൾ ഇവിടെ നിന്ന് ആരാധിച്ചു. ഇവിടുന്ന് കൊണ്ടുപോകുന്നതിനകത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്തുവാ? ആദ്യം ഒരു വേദനയായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ദൈവസന്നിധി പറഞ്ഞു, കർത്താവെ അങ്ങ് തരുന്നതാ, ഞാൻ ആരോട് യാചിക്കത്തില്ല, ഞാൻ ചോദിക്കത്തില്ല, എന്റെ ദൈവം എനിക്കൊരു മറുപടി തരണം. തന്നില്ലയോ? ആശ്വാസങ്ങൾ തന്നില്ലയോ? അതിനിടയ്ക്ക് ആ ദിവസങ്ങളെല്ലാം ആശ്വാസ വാക്കുകളാ കേൾക്കുന്നത്, ആശ്വാസ ദൂതുകളാ ഓരോരുത്തരിന്ന് കേൾക്കുന്നത്. സ്തോത്രം. അപ്പോഴെന്തുവാ? ദൈവത്തിന് പദ്ധതിയുണ്ട്. മിണ്ടാതിരുന്നാൽ മതി, ആര് തരും? ദൈവം തരും. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, മിണ്ടാതിരുന്ന ദൈവം ആരെന്ന് അവനെ അറിയിച്ചു കൊടുക്കും. നമ്മൾ മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അറിയിച്ചു കൊടുക്കത്തില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും സുനിലോട് പറയുന്ന ഒരു കാര്യമാണ്, ചില കാര്യത്തിനകത്ത് മിണ്ടാതിരുന്നോ ആരറിയിച്ചു കൊടുക്കും? ദൈവം ആരെന്ന് അറിയിച്ചു. എന്നാലും ദൈവം ചോദിക്കത്തില്ല. നീ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ചോദിക്കത്തില്ല. നീ സംസാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആരും കേൾക്കത്തില്ല. സ്തോത്രം. നമ്മൾ പരാജയമാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞേ, കടുമണി പോലെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് പറ, അപ്പുറം പോവും. സ്തോത്രം. ഇന്ന് പകല് വിശ്വസിക്ക്, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവും. വിശ്വസിക്ക്, ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവും. ഇന്ന് ദൈവം നിനക്ക് ഭൂമിയിലുള്ള നന്മയ്ക്കകത്തല്ല നിന്റെ പേരെഴുതിയിരിക്കുന്നത്, നിന്റെ പേരെഴുതിയിരിക്കുന്ന സ്വർഗത്തിലെ നന്മയ്ക്കകത്താണ്. സ്തോത്രം. ഭൂമിയിൽ നശിച്ചു പോകുന്നിടത്തല്ല നിന്റെ പേര് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നശിച്ചു പോകാത്ത, പുഴു കയറാത്ത, കള്ളം കയറാത്ത, തുരുമ്പടിക്കാത്ത സ്വർഗത്തിലാണ് നിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ആ പേര് ജീവന്റെ പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്കും എന്റെ കുടുംബത്തിന് ദൈവം നൽകി, എന്റെ തലമുറയ്ക്ക് ദൈവം നൽകി. അതിനെ ഓർത്ത് നീ സന്തോഷിക്കുക. ആ വിശ്വാസത്തെ ഓർത്ത് സന്തോഷിച്ച് ഉറപ്പോടെ നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ദൂത് പറയുന്നു, നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. സ്തോത്രം. അത് പൂർണ്ണമായി ഏൽപ്പിച്ചോ. സ്തോത്രം.
ചില വേർപാടുകൾ ദൈവം അറിയാതെ നടക്കത്തില്ല. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് പകലൊന്ന് ശക്തമായി പാർത്തിന് ദൈവം മകളമണിയെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഈ ശരീരത്തിനകത്ത് മനസ്സിനകത്ത് ധൈര്യം പകരട്ടെ. അപ്പ എന്റെ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ എന്റെ കൂടപ്പുറപ്പുകൾക്കോ തരാൻ പറ്റാത്തൊരു ആശ്വാസം എന്റെ ജീവിക്കുന്ന ദൈവത്തിന് തരുവാൻ കഴിയും. ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ മണവാട്ടിയ, ഞാൻ ക്രിസ്തുവിന്റെ ആശ്വാസം പകരട്ടെ, ധൈര്യം പകരട്ടെ, ധൈര്യം പകരട്ടെ. ഈ ശരീരത്തിന് മനസ്സിലാത്ത ധൈര്യം പറയട്ടെ. ദൈവം അറിയാതെ ഒന്നും ഉണ്ടാവത്തില്ല. ദൈവത്തിനറിയാത്തൊരു പദ്ധതിയുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത് പോലെ മുമ്പ് പോയ ഒരു ഭാഗ്യവാന്മാർ, അപ്പൊ ദൈവത്താൽ ഭാഗ്യം ചെയ്തവരാ, അത് വലിയൊരു സന്തോഷത്തിന് കാരണമായി. എന്റെ ദൈവത്തിന്റെ സതി ഞാൻ കാണും, ദൈവത്തോടൊപ്പം ഞാൻ കാണും അനുഭവിക്കുക. യെസ്, ഒന്ന് തിമോഥെയോസ് 6 4 മുതൽ എന്ന് വായിക്കാം. ഒന്ന് തിമോഥെയോസ് 6 4 മുതൽ. ഒന്നും തിരിച്ചറിയാതെ സ്തോത്രം. ഒരു മിനിറ്റ് ദൈവമക്കളെ, സ്തോത്രം. വിട്ടുമാറാതെ ഞാൻ വീണ്ടും ജനിച്ചെന്ന് പറയട്ടെ. പഴയത് നമ്മളിൽ നിന്ന് വിട്ടുമാറിയാലേ നമ്മൾ ആരാവത്തുള്ളൂ, വീണ്ടും ജനിക്കുന്നവരാവത്തുള്ളൂ. ഈ ദുഷ്ടാന്റി, ദുഷ്ടത, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ദൈവത്തെ എന്റെ മക്കളാന്ന് പറഞ്ഞ് നടക്കൂ. ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രമാതാമോയോട് പറഞ്ഞു, നന്മത്തിന്മേൽ തിരിയറിയുന്ന മരമുണ്ട്, ഇത് നീ തൊടല്ലേ, ഇതിലോട്ട് നീ വരണ്ട, ഇത് നീയായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ ഇത് നിങ്ങൾ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ഇവരെന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് തിരിച്ചറിയാൻ. അത് സൃഷ്ടിക്കാതിരുന്നാൽ അവർ പാപം ചെയ്യത്തില്ല. അത് വെച്ചത് എന്തുവാ? അത് വെച്ചതെന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ വേണ്ടി പാപം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം നോക്കുക, ഇവൻ പോവോ, പാപത്തിന്റെ വഴി പോവോ, ഇവൻ എന്റെ വഴിയാണ് പോകുന്നത്. എന്തുവാ? കർത്താവ് സകല കഷ്ടങ്ങളും അനുഭവിച്ചു, പ്രതികൂലങ്ങൾ അനുഭവിച്ചു. 33 കൊല്ലം നമ്മളെ ഹൃദയിൽ ജീവിച്ചു കാണിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് ഏത് പ്രതികൂലത്തെ ജയിക്കുവാനും ജീവിക്കുവാനും കഴിയുമെന്ന് ആര് കാണിച്ചു തന്നു? കർത്താവ് യേശുവിനെ കാണിച്ചു. പാപം ചെയ്യാതെ വിശുദ്ധിയോട് നിൽക്കാൻ ആര് കാണിച്ചു തന്നു? കർത്താവ് യേശുവിനെ നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തന്നു. ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നു. അയ്യോ, പഠിപ്പിച്ച് തന്നിട്ടാണ് ഈ ലോകത്തോട് പോയത്. ഇങ്ങനെ ജീവിക്കാൻ പറ്റും. എന്നിട്ട് കർത്താവ് യേശുവിനെ പറഞ്ഞു, നീ പാസ്റ്ററെ നോക്കണ്ട, വിശ്വാസിയെ നോക്കണ്ട, സഭയെ നോക്കണ്ട, നീ എന്നെ മാത്രം നോക്കിയാൽ മതി. നിന്നെ സൃഷ്ടിച്ച എന്നെ മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നിന്നെ ഞാൻ കരുതിക്കൊള്ളാം. സ്തോത്രം. അങ്ങനെ പറഞ്ഞ കർത്താവിന്റെ വചനത്തിനകത്ത് പറയുക, തിമോഥെയോസിനകത്ത് പറയുക, അവൻ ദാസന്മാർ എങ്ങനെയായിരിക്കണം? ദാസന്മാർ എന്തുവാ? ദൈവത്തെ അറിഞ്ഞിട്ട് ദുഷ്ടത മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നവനെ ദൈവത്തിന് വേണ്ട. ദൈവത്തെ അറിഞ്ഞവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ദുഷ്ടത വെക്കത്തില്ല, പാപം ചെയ്യത്തില്ല. സ്തോത്രം. ദൈവം അതുകൊണ്ട് നമുക്ക് സ്വന്തമായി, ദൈവം നമ്മളെ ആദാമവ്വയെ ഉണ്ടാക്കിയപ്പോൾ മുതൽ സ്വന്തമായുള്ള ബുദ്ധി തന്നത്, ജ്ഞാനം തന്നത്, അറിവ് തന്നത്, എന്തിനെ തെരഞ്ഞെടുക്കണമെന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നോക്കിക്കൊണ്ടിരിക്കും ഇവൻ എന്തിനെ തെരഞ്ഞെടുക്കുന്നത്. ദൈവവിശ്വാസിയായ നമ്മൾ, ദൈവത്തിന്റെ പൈതലായ നമ്മൾ, നമ്മുടെ പോക്കിലും വരവിലും സംസാരത്തിലെല്ലാം ആര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക? അതുകൊണ്ട് കർത്താവിന്റെ ഒരു വചനം പറഞ്ഞേ, കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടടുത്ത് നീ ലജ്ജിച്ചു പോയാൽ ഞാൻ വരുമ്പോൾ നിന്നെ ചേർക്കേണ്ടടുത്ത് ഞാൻ ലജ്ജിച്ചു പോകും. നിന്റെ പേര് പറയുമ്പോൾ കാര്യം എന്തുവാ? നമ്മൾ ലജ്ജിച്ചു പോയി.
കർത്താവിനെ ഉയർത്തേണ്ടടുത്ത് എന്ത് ചെയ്തില്ല? ഉയർത്തിയില്ല. എന്നിട്ട് കർത്താവ് വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാൻ കർത്താവിന്റെ ആണെന്ന് പറഞ്ഞ കർത്താവിനോട് ചേർക്കൂ? ഇല്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, പാപം ചെയ്യുന്നവനെല്ലാം, ഈ പാപം ചെയ്യുന്നവനെല്ലാം എന്റെ പേര് പറഞ്ഞാൽ അവൻ ഒരിക്കലും ആരാവത്തില്ല? എന്റേതാവത്തില്ല. അവര് പല ലാഭത്തിന് വേണ്ടി കയറിയേക്കുക, അവര് പല നന്മയ്ക്ക് വേണ്ടി കയറിയേക്കുക. കർത്താവിന്റെ വേലക്കായാലും അനേകം പേർ അവരുടെ ആദായ സൂത്രത്തിന് വേണ്ടി കയറിയേക്കുക. അവർക്ക് ആരോട് അടുപ്പിക്കേണ്ട? ദൈവത്തോട് അടുപ്പിക്കേണ്ട. അവര് പാവത്തെക്കുറിച്ച് കൂടുതൽ പ്രസംഗിക്കത്തില്ല, പാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കരുത്. അവർ മൊത്തം അനുഗ്രഹത്തെ കുറിച്ച് പ്രസംഗിക്കത്തില്ല. കാര്യം എന്തുവാ? നിങ്ങളെയും വന്നാൽ മതി, അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം മാത്രമല്ല, പാപത്തിൽ നിന്ന് മാറണം, പാപം വിടണം, എങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ. നീ ദൈവപൈതലാവണം, എങ്കിൽ മാത്രമേ ദൈവം നിന്നെ എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. അനുഗ്രഹിക്കത്തുള്ളൂ. അത് പറഞ്ഞു കൊടുക്കുന്നവനെ കർത്താവിന് വേണ്ടത്. മറ്റേല്ല ആദായ സൂത്രക്കാരാ, ലാഭത്തിന് വേണ്ടി ഇറങ്ങിയേക്കുക. സ്തോത്രം. അടുത്ത വാക്യം, ഈ ലോകത്തിൽ കണ്ടോ? സ്തോത്രം. ഇത്രയും ചിന്തിക്കുക. ഈ ലോകത്തിൽ ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നു 10 സെന്റ് വസ്തു കൊണ്ടുവന്നു. 10 സെന്റ് വസ്തു കൊണ്ടുവന്നു. എന്റെ നാണം മറക്കാൻ ഒരു വസ്ത്രം പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അത് ചിന്തിച്ചാൽ മതി. ഈ ലോകത്തിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു മേൽവിലാസം പോലും കൊണ്ടുവന്നിട്ടില്ല. പ്രൈസ് ലോർഡ്. കൊണ്ടുവന്നിട്ടുണ്ടോ? സ്തോത്രം. ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വട്ടപൂജയായിട്ടാ വന്നു. വട്ടപൂജ. ഇത്രയും ആയുസ് ഞാൻ കൊണ്ടുവന്നു. ഞാൻ ഇത്രയും നാൾ ജീവിക്കുന്നു വല്ല ഗ്യാരണ്ടി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കമ്പ്യൂട്ടർ അടിക്കുക, ഇത്രയും വർഷം നീ കാണും എന്ന് പറഞ്ഞാണോ വന്നേ? ചില കുഞ്ഞുങ്ങളെല്ലാം പാല് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, സ്തോത്രം, 1 മാസമല്ല ആയ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെല്ലാം കാണിക്കും. നമ്മൾ പേടിച്ചു. നിറയെ പാല് കയറ്റിയെന്ന് വെച്ചപ്പോൾ കമത്തി അടിക്കും, അതിനെ തിരിച്ചടിക്കും, എല്ലാം ചെയ്തിട്ടല്ല ഓക്കെയോ? നമുക്ക് പേടി. എന്തുകൊണ്ട്? അത്രയ്ക്കും ഉള്ള ഒരു ആയുസ്. ആ പാല് കുടിക്കുന്ന പാല് ഒന്ന് കയറിയാ മതി, നിറയെ കയറിയാ മതി. എന്തുവാ? പോയി അവൻ കിടന്ന് ശ്വാസം മുട്ടുന്നതും അവൻ കിടന്ന് വെപ്രാളം കാണിക്കുന്നത് കാണാൻ പറ്റും, ഇല്ലയോ? സ്തോത്രം. നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ഇത്രയും കാലം ജീവിക്കുന്നു? ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ആരാ? നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകും. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, പക്ഷെ ഞാൻ ഭൂമി കുറെ കാര്യം ഉണ്ടാക്കി വെച്ചു. പോകുമ്പോൾ കൊണ്ടുപോകും. ഇതെല്ലാം എൻ്റെ പ്രമാണം, എൻ്റെ പേരാ എല്ലാത്തിലും കിടക്കുന്നത്. ഞാൻ ഇത് കൊണ്ടുപോകും. അതുകൊണ്ട് ആ പ്രമാണത്തിനകത്ത് പറഞ്ഞേക്കുന്നത് അടുത്ത അവകാശി കൊണ്ടുവന്നു. സ്തോത്രം. അത് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത അവകാശി വേറെ, ഇല്ലയോ? ചിലവരുണ്ട് തുപ്പലൊരുട്ടി എല്ലാം ഉണ്ടാക്കി വെക്കും, അനുഭവിക്കത്തില്ല. പക്ഷെ അനുഭവിക്കുന്ന ആരാ? വേറെ ആമ്പിള്ളാരാ. സ്തോത്രം. ഇന്ന് കണ്ടില്ലയോ പണ്ട്? സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്ന് സാർത്ഥതയ്ക്കാ പ്രാധാന്യം. സാർത്ഥതയ്ക്ക് അവനവന്റെ കാര്യം മാത്രം, അവനവന്റെ കാര്യം മാത്രം. സ്തോത്രം. സാർത്ഥതയ്ക്കാ പ്രാധാന്യം. ഇന്ന് പിതാക്കന്മാരുണ്ടാക്കിയ വസ്തുക്കളെല്ലാം തലമുറ വിറ്റുകൊണ്ടിരിക്കും, വലിയോ? ആരെങ്കിലും ശേഖരിക്കുന്നുണ്ടോ? അതിനകത്ത് കൂട്ടി വെക്കുന്നുണ്ടോ? വിറ്റ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അവന്റെ അടുത്ത തലമുറയ്ക്ക് ഇല്ല ഒന്നും. നമ്മൾ ഒരു നിമിഷം ഒന്ന് കണക്കൂട്ടുക. സ്തോത്രം. എനിക്കറിയാവുന്ന പറഞ്ഞിട്ട് കൊട്ടാരക്കര പട്ടണത്തിനകത്ത് 3 തലമുറയ്ക്ക് മുമ്പുള്ള പിതാക്കന്മാരുടെ പ്രതാപം അല്ലെങ്കിൽ അവരുടെ ആഡംബര ജീവിതം ഇന്നത്തെ 3ാം തലമുറയ്ക്ക് ഇല്ല. കാര്യം എല്ലാം തീർന്നു. സ്തോത്രം. പണ്ട് അങ്ങനല്ല. ആ 3 തലമുറയ്ക്ക് മുമ്പുള്ള പിതാക്കന്മാര്, അവർക്കുള്ള പിതാക്കന്മാര് കൂട്ടിവെച്ചതിലും ഇരട്ടി കൂട്ടിവെക്കും അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് വല്ല അനുഭവിച്ചു വെക്കുന്നുണ്ടോ? സ്തോത്രം. വചനം പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ഒരുക്കി വെക്കണം. സ്തോത്രം. ഒരുക്കി വെക്കണം. അടുത്ത തലമുറയ്ക്ക് ഉണ്ടോ? സ്തോത്രം. പഴയ പിതാവ് ഒരു തെങ്ങിൻ തൈ നടന്നു. ഇന്നത്തെ പോലെ 3 കൊല്ലം കൊണ്ട് കിളയ്ക്കുമെന്നോ 1 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങല്ല നടന്നേ. അത് 3 കൊല്ലം കൊണ്ട് കായ്ക്കും, പക്ഷെ 6 കൊല്ലം മെയിൻ അത് നിൽക്കത്തുള്ളൂ. പിന്നെ ആ തെങ്ങില്ല. പണ്ടു. പക്ഷെ അന്നത്തെ തെങ്ങ് എന്തുവാ? കുറച്ച് വർഷം എടുക്കും കായ്ക്കാൻ. പക്ഷെ ഇന്നും നമ്മളെ വല്യപ്പന്മാർ വെച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഇല്ലയോ? ഏതോ വല്യപ്പന്മാർ വെച്ചവരെ നമ്മൾ ഇന്ന് കഴിക്കുന്നു. സ്തോത്രം. കാര്യം എന്തുവാ? അന്ന് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി. ഇന്നില്ല. ഇന്നെല്ലാം സാർത്ഥതയ്ക്കാണ് പ്രാധാന്യം. സാർത്ഥത എനിക്ക് മാത്രം.
എനിക്ക് മാത്രം സ്തോത്രം സുഖം. ഭർത്താവ് ഉദ്ദേശിച്ച ഭർത്താവിന് മാത്രം, കുടുംബബലം രണ്ടാമതേ ഉള്ളൂ. മറ്റേ അതല്ല, കുടുംബത്തോടായിരുന്നു സ്നേഹം, സഹോദരങ്ങളോട് സ്നേഹം, തലമുറയോട് സ്നേഹം. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു മനുഷ്യനോട് സ്നേഹമില്ലാത്ത കാലമായിക്കൊണ്ടിരിക്കുക, കടപ്പാടില്ലാത്ത കാലമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങോട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത കാലമായി. അതേപോലെ തിരിച്ച്. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. കണ്ടോ? ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് ആര് തൃപ്തിപ്പെടുക? നമ്മൾ തൃപ്തിപ്പെടുക. നമുക്ക് അതിന് എന്തെങ്കിലും കുറവ് ആര് വരുത്തുന്നുണ്ടോ? കർത്താവ് വരുത്തുന്നുണ്ടോ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചു, കർത്താവിനെ അറിഞ്ഞപ്പോൾ മുതൽ നമുക്ക് വസ്ത്രത്തിന് കുറവുണ്ടോ? ആഹാരത്തിന് കുറവുണ്ടോ? സ്തോത്രം. നീ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാലോ അത് വരത്തില്ലയോ? ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, അല്ല ചില ദിവസത്തിനകത്ത് അത് നിന്റെ കരങ്ങളിൽ വരത്തില്ലയോ? എന്തെങ്കിലും കുറവുണ്ടോ? കർത്താവ് പറയുക, അതിൽ നീ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ആർക്ക് പാടില്ല? ദൈവമക്കൾക്ക്. അത്യാഗ്രഹം ഒരിക്കലും നമ്മളെ ആരുമായിട്ട് അടുപ്പിക്കത്തില്ല, കർത്താവുമായിട്ട് അടുപ്പിക്കത്തില്ല. അത്യാഗ്രഹം ഒരിക്കലും ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിനകത്ത് ഇല്ല. ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ. സ്തോത്രം. എനിക്ക് ഒരുപാട് അത്യാഗ്രഹമെല്ലാം ഉള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അത്യാഗ്രഹം പോയത്. ഇതൊന്നും അല്ലെന്ന് മനസ്സിലായത്. കാര്യമല്ലോ, ഇതൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. ഈ ഭൂമിയിൽ എന്ത് തരുന്നു അതിന് സ്തോത്രം പറയുക, പോവുക. അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. ഈ അത്യാഗ്രഹം എവിടെ എത്തിക്കത്തില്ല, നമ്മളെ എങ്ങും എത്തിക്കത്തില്ല. അത്യാഗ്രഹം നമ്മളെ ടെൻഷൻ കൂട്ടി രോഗിയാക്കുന്നതല്ല, അത് അത്യാഗ്രഹം നമ്മളെ ഒന്നും എത്തിക്കത്തില്ല. സ്തോത്രം. പലരും പറയാറുണ്ട്, പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇത്രയും ജനത്തെ. ഞാൻ അങ്ങനെ അത്യാഗ്രഹം കാണിക്കാറില്ല. ഞാൻ പറയുന്നത് ഉള്ളതിനെ കൊണ്ടുപോകാൻ പറ്റിയാണ്. ഉള്ളവരെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള കൃപ ദൈവം തരാം. ഉള്ള സഭ എടുക്കപ്പെടണം, കർത്താവിന്റെ വരവിനായിട്ട് എടുക്കപ്പെടണം. ദൈവജനം എവിടെ കാണണം? നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ദൈവജനം കാണണം. നമ്മളെല്ലാം പേര് പറയുമ്പോൾ അവിടെ കാണണം. ആ രീതി മാറി അതിനെ മാത്രം ആഗ്രഹിച്ച് അതിനപ്പുറത്തോട്ട് എന്തുവാ അത്യാഗ്രഹം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഭവനത്തിനകത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രൈസലോ, ഈ വീടല്ല ഇതിന് അപ്പുറത്തെ മേടിക്കാൻ ഒരു 3 മാസം കയറിപ്പോകാൻ ആഗ്രഹമുണ്ടോ? സ്തോത്രം. ആഗ്രഹമുണ്ടോ? കയറിപ്പോയാൽ ഫണ്ടുമായിട്ടേ വരത്തുള്ളൂ. സ്തോത്രം. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ വെച്ചു, ഫണ്ടുമായിട്ട് വരിക, അത് ചോദിക്കാനുള്ള മനസ്സെനിക്കില്ലല്ലോ. സ്തോത്രം. സ്തോത്രം. ഈ ഫണ്ടുമായിട്ട് വരുന്നതെല്ലാം അവിടെ കിടന്ന് ചോദിച്ചിട്ട് മേടിക്കുന്ന, എനിക്ക് കോളില്ല, വീടില്ല എന്ന് പറയുമ്പോൾ കൊടുക്കുന്നേ. ഇത് ചെന്ന് നമ്മൾ പറയണ്ടേ? നമ്മൾ പറയൂ. മൈക്ക് കിട്ടുന്നവരെ നമ്മൾ പറയാൻ പോലെ മൈക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഇരിക്കുന്നവന്റെ അടുത്തോട്ടായിരിക്കും തിരിയുന്നത്, യോജനമായിട്ടായിരിക്കും തിരിയുന്നത്. അവൻ പിന്നെ തരുവോ? അവന് മനസ്സിനകത്ത് ഉറക്കുന്ന പോലും അവൻ എന്ത് ചെയ്യും? കൊടുക്കത്തില്ല. ഇവനെ അനുഭവിക്കണം എന്ന് പറയും. സ്തോത്രം. അതാ ദൈവത്തിന്റെ ശുശ്രൂഷ തന്നിരിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും ആരോടും പോയി യാചിക്കാനുള്ള കഴിവില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും സുനോട് പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. കാര്യം ഞാൻ ദൈവത്തോടെ പറയത്തുള്ളൂ. ദൈവം ഒരുവന്റെ ഹൃദയത്തെ തൊട്ട് തരും. അതാ ഇത്രയും കാലം ഞാൻ പോയിട്ടുള്ളത്. എങ്കിൽ അത് മാത്രം മതി എനിക്ക്. അതിനപ്പുറത്തോട്ടുള്ള സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ ദുബൈ വന്ന്, അല്ലെങ്കിൽ സ്തോത്രം സൗദി പോയി, സ്തോത്രം സൗദിയിലുള്ളവരെ പറയാം, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ വന്ന് ഇവിടെ വന്ന് ചോദിച്ച് എന്ന് പറയാൻ ആരെ ഇടവരുത്തുന്നു? അങ്ങനെ പറയാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് തൻ്റെ ഇടത്തോട് പറയാം, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെ ചോദിക്കത്തില്ല. കാര്യം ഞാൻ ചോദിക്കത്തില്ലെന്ന് ഉറപ്പിച്ച കാര്യം. ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോഴേ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഞാൻ എന്തും ആരോടെ ചോദിക്കത്തുള്ളൂ? അങ്ങയോടെ ചോദിക്കത്തുള്ളൂ. അങ്ങേ എന്നെ വിളിച്ച് വേർതിരിച്ചേക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ലജ്ജിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ്. അങ്ങയ്ക്ക് വേണ്ടി തല്ലുകൊള്ളാൻ ഞാൻ തയ്യാറാണ്. അങ്ങയ്ക്ക് വേണ്ടി അപമാനം കൊള്ളാൻ ഞാൻ തയ്യാറാണ്. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യചിഹ്നമാവാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങയോടെ ചോദിക്കത്തുള്ളൂ. അങ്ങ് എനിക്ക് തരണം. ഇതുവരെ എൻ്റെ കർത്താവ് എനിക്ക് ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറമായി എന്നെ വഴി നടത്തുന്നുണ്ട്, വഴി തുറക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ചോദിക്കണം. സ്തോത്രം. ദൈവസഭയ്ക്കകത്തുള്ള ദൈവമക്കൾക്ക് അഭിമാനത്തോട് പറയാം, നിങ്ങളെ പാസ്റ്റർ ഇന്നടുത്ത് വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ചോദിക്കത്തില്ലെന്ന് തന്നെ പറയാം. കാര്യം എന്തുവാ? ഞാൻ ചോദിക്കത്തില്ല. പ്രീസറോ, എനിക്കത് വേണ്ട. ആ നന്മയിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല. കർത്താവ് തരുന്ന അനുഗ്രഹമാണെങ്കിൽ എന്നും നിലനിൽക്കും. സ്തോത്രം. കർത്താവ് തരുന്ന അനുഗ്രഹമാണെങ്കിൽ എന്നും നിലനിൽക്കും. ദൈവമക്കൾ, നമ്മൾ ഏതാവശ്യവും ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം, ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം തുടക്കത്തിനകത്ത് പറഞ്ഞില്ല, വിശ്വസിച്ച് നീ എന്ത് യാചിച്ചാലും ആര് തരും? കർത്താവ് തരും. പിന്നെ നീ വ്യക്തിയോട് ചോദിക്കണം. പക്ഷെ നമ്മൾ ഈ വിശ്വസിച്ച് കാര്യമെല്ലാം ചോദിച്ചിട്ട് പിന്നെ നമ്മൾ പോയി ചെന്ന് ആരോട് ചോദിക്കും?
വ്യക്തിയോട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരിഹാസമായി പോകുന്നത്. പരിഹാസത്തിനല്ല ദൈവം വിളിച്ചത്, ഉയർത്താനാണ് വിളിച്ചത്. അടുത്ത വാക്യോടൊന്ന് വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. സ്തോത്രം. എവിടെ ഇതെല്ലാം വരുന്നേ? ധനികനാവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആഗ്രഹം ഉള്ളിൽ വരുമ്പോൾ നമ്മൾ എവിടെയും എന്ത് ചെയ്യും? പാപം ചെയ്യേണ്ട വരും, ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വരും, നമ്മൾ തകർന്നു പോകേണ്ടി വരും. ഇതെല്ലാം ഉണ്ടാവുന്ന എവിടുന്ന? ഈ ധനം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ആദാമിനോട് ഹവ്വയോട് ചോദിച്ചത് എന്തുവാ? വലിയ അധികാരമാണ് പറഞ്ഞു കൊടുത്തത്. എന്തു പറഞ്ഞു? ദൈവത്തെ പോലാവും. അതിലാ വീണ് പോയവർ. അപ്പൊ അവർക്ക് എന്തുവാ? അതിലും വലുതാവണം. അതിലും വലിയ രീതിയിലേക്ക് നിൽക്കണം. എനിക്ക് ഇങ്ങനെ നിന്നാ പോരാ, ദൈവം തന്ന സ്ഥാനമൊന്നും പോരാ, അതിനും അപ്പുറത്തെ ആവണം. കർത്താവിന്റെ വചനം പറയുന്നു, നീ നിന്നെ തന്നെ താഴ്ത്തപ്പെടുന്നുവെങ്കിൽ ആരനുഗ്രഹിക്കും? ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ താഴ്മയുള്ളവനെയാ ആർക്ക് വേണ്ടത്? ക്രിസ്തു യേശുവിനെ ധരിച്ചൊരുത്തിന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അതിമോഹമില്ല, ആർത്തിയില്ല, അത്യാഗ്രഹമില്ല, ഒരുവനെ വഞ്ചിക്കണമെന്നില്ല. ദൈവത്തെ വിശ്വസിച്ച് അവനെ ഒതുങ്ങിപ്പിടിഞ്ഞ് അവൻ ദൈവത്തിന് വേണ്ടി മാതൃക ജീവിതമേ ജീവിക്കത്തുള്ളൂ. അവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവന് മാത്രമേ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പറയുന്നത് എന്തുവാ? സമ്പത്തിന്റെ പിന്നാലെ പോകണം. സമ്പത്തിന്റെ പിന്നാലെ പോകണം. സമ്പത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സ്തോത്രം, നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യും? നീ മുറിഞ്ഞു പോകും. ഇന്ന് പ്രിയ മക്കളെ, ദൈവം നമ്മളെ വിളിച്ചത് അനുഗ്രഹിക്കാനാണെങ്കിൽ നിശ്ചയമായി ഈ ഭൂമിയിലും സ്വർഗത്തിലും ആരനുഗ്രഹപ്പെടും? നമ്മുടെ വേണ്ട ആവശ്യങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ആ പ്രാർത്ഥന വിഷയത്തിനകത്ത് ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. എല്ലാ ദൈവമൊക്കെ എഴുന്നേക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എൻ്റെ മനസ്സിൻ്റെ വേദന അറിയുന്ന ദൈവമേ, എൻ്റെ കഷ്ടങ്ങൾ അറിയുന്ന ദൈവമേ, എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമേ, ഇന്ന് പകൽ ഞാൻ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവെ, എന്നെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്, ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്, ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്, ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്, ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ്. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് പകൽ ഓരോ കുടുംബത്തെ കർത്താവ് തൊടട്ടെ കർത്താവേ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഓർമ്മയിൽ വെളിപ്പെടട്ടെ കർത്താവേ. അതവർക്ക് അനുഭവിക്കുവാൻ, ആ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കുവാൻ, ആ ദൈവത്തിന്റെ ദൂത് അനുഭവിക്കുവാൻ ഇന്ന് പകൽ തന്ന ദൂത് ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, കടുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനകത്തും മറുപടിയാ. ഇന്ന് പകല ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാട്ടെ. ഇന്ന് കർത്താവ് സ്തോത്രം, ഇന്ന് ആരാധന തുടങ്ങുന്ന ദൈവം എന്നോട് പറഞ്ഞ ഒരു ദൂതാണ് പറയുന്നത്. യേശു കർത്താവ് ദേവാലയത്തിലേക്ക് കയറി വന്നപ്പോൾ അപ്പ യേശു അപ്പത്തെ കൽപ്പിക്കുന്നത് കണ്ടപ്പോൾ, അവിടെ ഓരോ വിഷയത്തിനകത്ത് മറുപടി കണ്ടപ്പോൾ അവിടെ നിൽക്കുന്നവരെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ ശാസ്ത്രിമാരെ പോലും മഹാപുരോഹിതന്മാരെ പോലും ഉപദേശിക്കുന്നവരല്ല, അധികാരത്തോട് കൽപ്പിച്ചാൽ സംഭവിക്കും. അപ്പ ഇന്ന് പ്രിയ പിതാവിനെ ആ കർത്താവ് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച ദൈവജനമേ, ഇന്ന് നീ അധികാരത്തോട് കൽപ്പിച്ചാൽ, നിനക്ക് നിൽക്കുന്ന പ്രതികൂലത്തിനെതിരെ അധികാരത്തോട് കൽപ്പിച്ചാൽ, ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഇന്ന് പകൽ നിന്റെ വിഷയത്തിനകത്ത് മറുപടിയാ, നിന്റെ വേദനയ്ക്കകത്ത് മറുപടിയാ, നിന്റെ രോഗത്തിനകത്ത് മറുപടിയാ. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. രോഗസൗഖ്യം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്. സാമ്പത്തിക അവസ്ഥകളുടെ അവസ്ഥ മാറട്ടെ. അപ്പൊ ജോലിയുടെ അവസ്ഥ മാറട്ടെ. അപ്പൊ പിതാവേ, ദൈവത്തിന്റെ നന്മ നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാവട്ടെ. നിന്ദിച്ചവരെ പരിഹസിച്ചവരെ വണ്ടി ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ. ആശ്വാസങ്ങളെ പകരട്ടെ കർത്താവേ. ആ വലിയ ദൈവകൃപയെന്ന് പകരം വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ